നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്വപ്നമുണ്ട്, പക്ഷെ അത് നേടുന്നതിൽ നിന്ന് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജീവിത സാഹചര്യം, സാമ്പത്തികം, സൗകര്യക്കുറവ്, അങ്ങനെ എന്തെല്ലാം അല്ലേ? പക്ഷെ മാതാപിതാക്കൾ തന്നെ അനാഥാലയത്തിൽ കൊണ്ടിട്ടൊരു പെൺകുട്ടി, 18 വയസ്സ് തികഞ്ഞപ്പോഴേക്കും 2 കുട്ടികളുടെ അമ്മയാകേണ്ടി വന്നവൾ, കോടികളുടെ കമ്പനി സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ നിങ്ങൾ? അപ്പോൾ ഉള്ളിൽ കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന ആ എക്സ്ക്യൂസുകളൊക്കെ മാറ്റാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജ്യോതി റെഡ്ഡിയെക്കുറിച്ചാണ്. ആയിരത്തി 1970 തെലങ്കാനയിലെ വാറങ്കലിൽ ഒരു അതിദാരിദ്ര്യ കുടുംബത്തിലാണ് ജ്യോതി ജനിച്ചത്. 5 മക്കളിൽ രണ്ടാമത്തെ ആളായിരുന്നു അവൾ. അച്ഛൻ വെങ്കട റെഡ്ഡി ഒരു ദിവസവേതന തൊഴിലാളിയായിരുന്നു. കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി അത്രമേൽ മോശമായതിനാൽ കുട്ടികൾക്ക് ശരിയായ ഭക്ഷണം പോലും കൊടുക്കാൻ അയാൾക്കാകുമായിരുന്നില്ല. അതുകൊണ്ട് ജ്യോതിയുടെ 9ാം വയസ്സിൽ അവളെയും അവളുടെ ഇളയ സഹോദരിയെയും ഒരു സെമി ഓർഫനേജിലേക്ക് അയക്കാൻ അവരുടെ അച്ഛൻ നിർബന്ധിതനായി. കുറഞ്ഞത് അവിടെ അവർക്കെങ്കിലും ഭക്ഷണം കിട്ടുമല്ലോ എന്ന് അദ്ദേഹം കരുതി. എന്നാൽ ആ ഓർഫനേജിലെ ജീവിതം അത്ര എളുപ്പമല്ലായിരുന്നു. അവിടെ വെള്ളത്തിനായി മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരികയും അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വരികയും ചെയ്തു. ആ സമയത്തൊക്കെ തൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ നിറഞ്ഞിരുന്നെങ്കിലും അവിടെ ജീവിക്കാൻ അവൾ തനിക്ക് അമ്മയില്ല എന്നതുപോലെ നടിക്കേണ്ടി വന്നിരുന്നു. ഈ അനുഭവങ്ങൾ ജ്യോതിയെ മാനസികമായി ശക്തിയുള്ളവളാക്കി. അവിടെ അവൾ തയ്യൽ പോലുള്ള തൊഴിൽപരമായ കഴിവുകൾ പഠിച്ചു. കൂടാതെ നല്ലൊരു ജീവിതം നേടാൻ വിദ്യാഭ്യാസം എത്ര പ്രധാനമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ജ്യോതി 10ാം ക്ലാസ് മികച്ച മാർക്കോടെ വിജയിച്ചെങ്കിലും ദാരിദ്ര്യം കാരണം അവൾക്ക് തൻ്റെ പഠനം തുടരാൻ സാധിച്ചില്ല. അതിനു പിന്നാലെ വെറും 16ാം വയസ്സിൽ തനിക്ക് 10 വയസ്സ് മുതിർന്ന സാമി റെഡ്ഡി എന്ന കർഷകനുമായി അവൾ വിവാഹിതയാവുകയും ചെയ്തു. വിവാഹത്തിന് ശേഷം അവളുടെ ജീവിതം കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്ക് നീങ്ങി. ഭർത്താവിന് ആകെയുള്ള സമ്പാദ്യം 1/2 ഏക്കർ ഭൂമിയായിരുന്നതിനാൽ കുടുംബ ചെലവുകൾ നിറവേറ്റാൻ ജ്യോതിക്കും കൃഷിത്തോട്ടത്തിൽ ജോലി ചെയ്യേണ്ടി വന്നു. 10 മണിക്കൂർ ജോലി ചെയ്താൽ കിട്ടിയിരുന്നത് വെറും 5 രൂപ മാത്രമായിരുന്നു. 18ാം വയസ്സാകുമ്പോഴേക്കും അവൾ 2 പെൺമക്കളുടെ അമ്മയുമായി. ഒരു കൂട്ടുകുടുംബത്തിൽ ജീവിക്കേണ്ടി വന്ന അവൾ ദിവസവും കൃഷിപ്പണിയും വീട്ടുപണിയും ഒരുമിച്ച് കൈകാര്യം ചെയ്യേണ്ടി വന്നു. എന്നിരുന്നാലും തൻ്റെ മക്കൾക്ക് താൻ അനുഭവിച്ച ജീവിതം നൽകാൻ അവൾ ഒരിക്കലും തയ്യാറായിരുന്നില്ല. അവരെ നല്ല രീതിയിൽ വളർത്താനും അവർക്കായി ഒരു സുരക്ഷിതമായ ഭാവി സൃഷ്ടിക്കാനും അവൾ വളരെയധികം ആഗ്രഹിച്ചു. അതിനുവേണ്ടി പ്രയത്നിച്ചു. ഈ ആഗ്രഹമാണ് അവളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അവൾ നെഹ്റു യുവകേന്ദ്ര എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ വോളണ്ടിയറായി ചേർന്നു. പിന്നീട് അവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ അവിടെ നിന്ന് ലഭിച്ച വരുമാനം ജീവിത ചെലവുകൾ നിറവേറ്റാൻ മതിയായിരുന്നില്ല. അതിനാൽ അവൾ രാത്രികളിൽ തയ്യൽ ജോലികളും ചെയ്തു. ഇതോടൊപ്പം തൻ്റെ പഠനം തുടരണമെന്ന ആഗ്രഹവും അവൾ കൈവിടാതെ സൂക്ഷിച്ചു. ഡോക്ടർ BR അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി അവൾ BA ബിരുദം നേടി. 1994 അവളൊരു സ്പെഷ്യൽ ടീച്ചറായി ജോലിയും നേടി. മാസത്തിൽ 398 രൂപ ശമ്പളത്തോടെ. ജോലി സ്ഥലത്തെത്താൻ ദിവസവും 2 മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വന്നു. എന്നാൽ ആ സമയം പോലും അവൾ പാഴാക്കാതെ ട്രെയിനിൽ സാരികൾ വിൽക്കാൻ തുടങ്ങി. ഓരോ സാരിയിലും 20 രൂപ ലാഭം ലഭിച്ചു. സമയം എങ്ങനെ ഉപയോഗിക്കണം എന്നതുകൂടി ഈ ഓട്ടത്തിനിടയിൽ അവൾ മനസ്സിലാക്കിയെടുത്തു. 1995 ജ്യോതിക്കൊരു സ്ഥിര ജോലി ലഭിച്ചു. 2750 രൂപ മാസശമ്പളത്തോടെ. മണ്ഡൽ ഗേൾ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഓഫീസറായി ജോലി ചെയ്ത അവൾ സ്കൂളുകൾ സന്ദർശിക്കുകയും കുട്ടികളുടെ വിദ്യാഭ്യാസ അവസ്ഥ പരിശോധിക്കുകയും ചെയ്തു. ഈ കാലയളവിൽ തന്നെ അവൾ 1997 പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദവും നേടി. ജീവിതം ഒരു നിലയ്ക്കെത്തിയതുപോലെ തോന്നിയെങ്കിലും അവൾക്കതിലൊരു തൃപ്തി ഉണ്ടായിരുന്നില്ല. 1998 അമേരിക്കയിൽ നിന്ന് നാട്ടിലെത്തിയ ഒരു ബന്ധുവിൻ്റെ ജീവിതം കണ്ടപ്പോൾ അവളുടെ ചിന്തകൾ കൂടുതൽ വിപുലമായി. അവിടെ ലഭ്യമായ അവസരങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ താനും എന്തുകൊണ്ട് ആ ദിശയിൽ ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടാ എന്ന ചിന്തയും വന്നു. അതിനായി അവൾ പണം സമ്പാദിക്കാൻ തുടങ്ങി. മറ്റധ്യാപകരോടൊപ്പം ഒരു ഫണ്ട് രൂപീകരിച്ച് ഏകദേശം 25,000 രൂപ വരെ അവൾ സമ്പാദിച്ചു. അതിനൊപ്പം ദിവസവും ഹൈദരാബാദിലേക്ക് യാത്ര ചെയ്ത് VCL കമ്പ്യൂട്ടേഴ്സിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ പഠിക്കാനും തുടങ്ങി. ഭർത്താവ് ഇതിനെ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും അവൾ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അങ്ങനെ ജ്യോതി തൻ്റെ മക്കളുമായി ഗ്രാമം വിട്ട് ഹനമക്കൊണ്ട നഗരത്തിലേക്ക് മാറി. അവിടെ ടൈപ്പിംഗ് പഠിക്കുകയും ക്രാഫ്റ്റ് കോഴ്സ് ചെയ്യുകയും ചെയ്തു. കൂടാതെ പെറ്റിക്കോട്ട് തുന്നി ദിവസവും 20 മുതൽ 25 രൂപ വരെ സമ്പാദിക്കുകയും ചെയ്തു. ജനശിക്ഷണ നിലയത്തിൽ ലൈബ്രറിയനായി ജോലി ചെയ്തതോടൊപ്പം ഓരോ ഞായറാഴ്ചയും ഓപ്പൺ സ്കൂളിൽ പോയി തൻ്റെ പഠനം തുടരുകയും ചെയ്തു. 2001 അവൾ തൻ്റെ ജോലി വിട്ട് പാസ്പോർട്ടും വിസയും നേടി അമേരിക്കയിലേക്ക് യാത്രയായി. അവിടെ ആദ്യകാലം വളരെ കഠിനമായിരുന്നു. ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ താമസിച്ചിരുന്ന അവൾ ദിവസവും 12 മണിക്കൂർ ജോലി ചെയ്തു. ഏകദേശം $60 ശമ്പളത്തോടെ.
ജീവിത ചെലവുകൾ നിറവേറ്റാൻ ബേബി സിറ്റർ, ഗ്യാസ് സ്റ്റേഷൻ വർക്കർ, സെയിൽസ് ഗേൾ, മൊട്ടൈൽ വർക്കർ എന്നിങ്ങനെ അനവധി ചെറിയ ജോലികളും ചെയ്തു. ഈ സമയത്ത് ജ്യോതി ഒരു ഗുജറാത്തി കുടുംബത്തിന്റെ വീട്ടിലാണ് പേയിങ് ഗസ്റ്റായി താമസിച്ചിരുന്നത്. പിന്നീട് അവൾക്ക് CS അമേരിക്ക എന്ന കമ്പനിയിൽ ആദ്യത്തെ ഓഫീസ് ജോബ് ലഭിച്ചു. എന്നാൽ ആ ജോലി അധികം നാൾ നീണ്ടുനിന്നില്ല. വീണ്ടും ചെറിയ ജോലികളിലേക്ക് അവൾക്ക് തിരികെ പോകേണ്ടി വന്നു. ഏകദേശം 1.5 വർഷത്തോളം ഈ പോരാട്ടം തുടർന്നു. ഇതിനുശേഷം അവൾ ഇന്ത്യയിലേക്ക് തൻ്റെ മക്കളെ കാണാനായി മടങ്ങി. ആ സമയത്താണ് അവിടെയുള്ളൊരു ക്ഷേത്രത്തിൽ ജ്യോതി ഒരു പുരോഹിതനെ കണ്ടത്. അവൾ ഒരിക്കൽ മികച്ചൊരു ബിസിനസ്സുകാരിയാകും എന്നൊരു പ്രവചനം അയാൾ നടത്തിയത്രേ. ആ വാക്കുകൾ അവളുടെ മനസ്സിൽ ആഴത്തിൽ തന്നെ പതിഞ്ഞു. അതിന് പിന്നാലെ അവൾ ഒരു കൺസൾട്ടിംഗ് കമ്പനി ആരംഭിച്ചു. US പോകുന്നവർക്കുള്ള ഡോക്യുമെന്റേഷൻ, വിസ പ്രോസസ്സിംഗ് എന്നിവ കൈകാര്യം ചെയ്യുന്നതായിരുന്നു ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനം. അതേ വർഷം തന്നെ അമേരിക്കയിൽ സമ്പാദിച്ച ഏകദേശം $40,000 ഉപയോഗിച്ച് അവൾ കീ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് എന്ന കമ്പനി ഫിനിക്സിൽ ആരംഭിച്ചു. ഈ കമ്പനി റിക്രൂട്ട്മെന്റ് സർവീസസ്, സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് എന്നീ സേവനങ്ങൾ നൽകുന്ന ഒരു സ്ഥാപനമായി വളർന്നു. തുടക്കത്തിൽ അവൾ തൻ്റെ ഒരു ബന്ധുവിനെ പങ്കാളിയാക്കി. ആദ്യ വർഷം തന്നെ മികച്ച ലാഭം നേടി. പിന്നീട് ഇത് $1 മില്യൺ ബിസിനസ്സായി വളർന്നു. ഇന്ന് കമ്പനിയുടെ വാർഷിക വരുമാനം $15 മില്യൺ കവിയുന്നു. 100-ലധികം ജീവനക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഇതോടൊപ്പം അവളുടെ കുടുംബവും വളർന്നു. അവളുടെ മക്കൾക്കും അമേരിക്കയിൽ നല്ല ജീവിതം ലഭിച്ചു. ഇന്ന് ജ്യോതിക്ക് അമേരിക്കയിൽ 4 വീടുകളും ഹൈദരാബാദിൽ ഒരു ബംഗ്ലാവും സ്വന്തമാണ്. എന്നാൽ ഈ വിജയത്തിനുമപ്പുറം ജ്യോതി റെഡ്ഡിയുടെ ജീവിതം പറയുന്ന സന്ദേശം അതിലധികം ശക്തമാണ്. സ്ത്രീകൾക്ക് കഠിനാധ്വാനവും ബുദ്ധിയും ഉണ്ടെങ്കിൽ അവർക്ക് പുരുഷന്മാരെക്കാൾ മികച്ച ബിസിനസ്സുകാരാകാൻ കഴിയുമെന്ന് പറയുകയും പ്രവർത്തിച്ചു കാണിക്കുകയും ചെയ്ത ജ്യോതി, സ്ത്രീകൾ സാമ്പത്തികമായി സ്വതന്ത്രരാകണമെന്നും അവരുടെ തീരുമാനങ്ങൾ അവർ തന്നെ എടുക്കണമെന്നതാണ് തൻ്റെ വിശ്വാസമെന്നുകൂടി ആവർത്തിച്ചു പറയുന്നു. ഈ ജീവിതകഥ നമ്മെ പഠിപ്പിക്കുന്നത് സ്വപ്നം കാണാൻ ഭയപ്പെടരുത് എന്നതാണ്. സാഹചര്യങ്ങൾ എത്ര കഠിനമായാലും ധൈര്യത്തോടെ മുന്നോട്ട് പോയാൽ മാറ്റം സൃഷ്ടിക്കാനാകുമെന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്ന്, ഓർഫനേജിൽ നിന്ന്, കൃഷിത്തോട്ടത്തിൽ നിന്ന് അമേരിക്കയിലെ $1 മില്യൺ ബിസിനസ്സിലേക്ക് എത്തിയ ഈ യാത്ര ഒരു സ്ത്രീയുടെ ആത്മവിശ്വാസത്തിൻ്റെയും സ്ഥിരതയുടെയും ശക്തിയുടെയും മാത്രം തെളിവാണ്. ഇനിയും 100 കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതിന് മുൻപ് ഒരു തവണ അതിനെ എങ്ങനെ മറികടക്കാം എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനൊരു വഴി മുന്നിൽ തെളിഞ്ഞാൽ അതിനുവേണ്ടി കുറച്ചധികം കഠിനമായി പ്രയത്നിച്ചും നോക്കൂ. ആർക്കും ഒന്നും എളുപ്പത്തിൽ കിട്ടിയ ചരിത്രമില്ല. പക്ഷെ അധ്വാനിക്കാൻ അറിയാവുന്നവൻ തോറ്റുപോയ ചരിത്രവും എങ്ങും എഴുതിയിട്ടില്ല. നിങ്ങളുടെ പരിശ്രമം എവിടെയെങ്കിലും നിങ്ങളെ എത്തിക്കുമെന്നതിൽ സംശയമില്ല. കാരണം ജീവിതം എന്ത് തന്നാലും നിങ്ങൾ അതിനെ എങ്ങനെ മറികടക്കുന്നു എന്ന ഘടകമാണ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരേയൊരു കാര്യം.